ഇന്ന് വരെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയും, പേരൊന്നും പറയുന്നത് അതൊക്കെ അവർക്ക് വിഷയവും. അപ്പൊ അവർക്ക് വരെ ഞാൻ ചിലപ്പോൾ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട് പാർട്ടി തന്ന ജോലിയാണ് നിങ്ങൾക്ക് രാജിവെച്ചത്. അവര് നന്നാവത്തോടത്തോളം കാലം ജീവനക്കാരാണ്, ജീവനക്കാര് സ്വയം നന്നാവണം. കുറെയൊക്കെ ഇതിലിപ്പോ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ജീവനക്കാരായിട്ടുള്ളവരും കട്ടിട്ടിരിക്കുന്നവരും പേപ്പറിലെ പേര് വന്നിട്ട് ഇരിക്കുന്നവരും 6 ലക്ഷം കട്ട് കൊണ്ടുപോയവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ മുന്നിലേക്ക് കൊണ്ടിരുത്തിയേക്കണത്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയുന്ന ആളുകളെ ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് ഒരു ചുക്കുമില്ല. ആര് ഭീഷണിപ്പെടുത്തത്? എനിക്കിപ്പോ എന്ത്? നമസ്കാരം. തൃശ്ശൂർ ജില്ലയിൽ വീണ്ടും ഒരു ബാങ്ക് തട്ടിപ്പ് ഉണ്ടായിരിക്കുകയാണ്. CPM-ന്റെ ഭരണസമിതിയിലുള്ള കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിലാണ് ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പുകളിൽ ഒന്നായിട്ടുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നതും തൃശ്ശൂരിലാണ്. ഇതിന്റെ പേരിൽ ഇതിന് വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധ ലഭിക്കുന്ന ഒരു വിഷയമായിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ബാങ്കിലെ ജീവനക്കാർ തന്നെ BJP-യുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ED-യുടെ അന്വേഷണമടക്കം ഇപ്പോൾ നിലവിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുകയാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി, ഇപ്പോ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിൽ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ആരോപണം വന്നിരിക്കുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ആരോപണമല്ല, ശരിയായിട്ടുള്ള സത്യമാണത്. ഇപ്പൊ സാധാരണ നമ്മൾ പുറത്തേക്ക് വന്നേക്കണത് ഒരു 30 ശിലാനും കോടി രൂപ എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അതിൽക്കും മേലെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ കണ്ടെത്തി പിടിച്ചേക്കുന്നത് അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ED വരണം. പിന്നെ ഇത്തിരി എന്താ പറയാ, ED വന്നു കഴിഞ്ഞാൽ കുറേയും കൂടിയും ഇപ്പൊ ഡെപ്പോസിറ്റേഴ്സിനായാലും അവർക്കായാലും നീതി കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോ വീണ്ടും ഇത് തിരിച്ചു പിടിക്കാം എന്നൊരു വിശ്വാസം ഉണ്ട്. അതുണ്ട്, അങ്ങനെയാണ് അത് പോയിട്ടുണ്ട്. അപ്പൊ വരണം. എങ്ങനെയാണ് ഇത് മനസ്സിലായത്? ഇവിടുത്തെ ജീവനക്കാരിയാണ്? ഞാനിവിടുത്തെ ജീവനക്കാരിയാണ്. ഞാന് ഇങ്ങനെ നമ്മൾ തുറന്നു പറയുന്നതുകൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്കത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ സീനിയർ ക്ലർക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് തന്നിട്ട് നമ്മളിപ്പോൾ എവിടെയായാലും വർക്ക് ചെയ്യണമല്ലോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ സബീഷ് മരുതിയോട് സംസാരിച്ച പോലെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിച്ച ആളുകൾ വന്ന് ക്യാഷിൽ കൈകാര്യം ചെയ്യുന്നു, ലോൺ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നു. അവർക്കെതിരെ മിണ്ടാത്ത ആളുകളെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇത് വന്നതിന് ശേഷം ഞാനൊക്കെ റിക്കവറി ടീമിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്നെ തുടക്കത്തിലെ അവരൊക്കെ നോട്ടപ്പുള്ളികളാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റാണ് കൊല്ലാകൊല്ലങ്ങളിൽ നടത്തുന്ന ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയണത് എന്താ, നിങ്ങൾ ബ്ലാക്ക് മാർക്കാണ്, റെഡ് മാർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. പക്ഷെ അവരടക്കമുള്ളവര്, ഡിപ്പാർട്ട്മെന്റിൽ അടക്കമുള്ളവര്, CPM-ന്റെ വലിയ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോ ഇത് അവിടെ MM വർഗീസ് അടക്കമുള്ളവര് പോയിട്ട് ഞങ്ങൾ എല്ലാ മേഖലയിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളതും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഒന്നിനും വരെ ഇത് തലപ്പത്തുള്ള ആളുകളുടെ ഒക്കെയാണ്. പാർട്ടി ഓഫീസ് വരെ ഇങ്ങനെ പണയം വെച്ചിട്ട് നടത്തിയ കൊള്ളകളാണ്. ഇപ്പൊ ഇവിടെയുള്ള ഇപ്പൊ ഒരു ഹാള് ഉണ്ടാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും സാങ്ഷൻ കിട്ടാണ്ടാണ്. ഈ ATM നോക്കിയോക്കോ, ഒന്നത് കാണിക്കൂ. ATM കണ്ടു. ആ ATM വരെ ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് മെഷീൻ വരെ നഷ്ടങ്ങളുടെ നഷ്ടമാണ്. അത് ഉപയോഗിച്ചിട്ടില്ല. ഏത് ബാങ്കിലാണ് ഇങ്ങനെ ATM കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സഹകരണ ബാങ്കിൽ ഇങ്ങനെ ATM. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ അതൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഇപ്പോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിൽ വ്യക്തമല്ലേ? പിന്നെന്താ, സംശയമില്ല. ഞാൻ CPM-ൽ 18 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കിത് കണ്ടുമടുത്തിട്ട് തന്നെയാണ്. ഇതൊന്നും ഒരു ലെവലിൽ പോണ ഇതല്ല. അപ്പോൾ നമ്മളതിന് നിൽക്കാത്തതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ചവിട്ടി തരുന്നത്. ഇന്ന് വരെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയും, പേരൊന്നും പറയുന്നത് അതൊക്കെ അവർക്ക് വിഷയവും. അപ്പൊ അവർക്ക് വരെ ഞാൻ ചിലപ്പോൾ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട് പാർട്ടി തന്ന ജോലിയാണ് നിങ്ങൾക്ക് രാജിവെച്ചത്. അപ്പൊ അതിലും നല്ലത് ഈ പാർട്ടിക്കാർക്ക് ഒരു ഇതിൽ നിൽക്കുന്ന എന്താ പറയാ, ബോർഡ് മെമ്പേഴ്സ് ആയാലും അവർക്കായാലും. ഇപ്പോൾ ഇതിലൊരു ഏരിയ സെക്രട്ടറിനെ വരെ താഴ്ത്തിയാക്കുമ്പോഴേക്കും അല്ലെ അത് നോണ പറയാണ്, മറ്റേതാണോ. അവർക്ക് എന്താ പറ്റാത്ത, അവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്താ അവർക്ക് രാജിവെച്ചുകൂടെ? എന്നോടാണോ രാജിവെക്കാൻ പറയുന്നത്? ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ്, നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ തന്നെയാണ്. കള്ളന്മാരെ പുറത്ത് കൊണ്ടുവന്ന് കൈകളമ്മ വെച്ച് കാണണം ഞങ്ങൾക്ക്. അങ്ങനെ തന്നെയാണ്. നാട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവിടുത്തെ മെമ്പർമാരായിട്ടുള്ള വളരെ താഴെത്തട്ടുള്ള ആളുകൾ, അവരൊരു ആശ്രയമായിരുന്നല്ലോ ഒരു സമയത്ത് ഇത്. അപ്പോ ഇപ്പോ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? കുറെ പേര് നമ്മളെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ കാണുമ്പോൾ പറയും ഇതിപ്പോ ഞങ്ങളാണ് പറഞ്ഞിട്ട് അതിങ്ങനെ ഫ്ലാഷ് ആക്കിയേക്കണത്, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴും നാട്ടുകാരോട് പൈസ മേടിച്ച് കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ പറഞ്ഞിട്ടാണ്. ബാക്കി നടക്കുന്നതൊന്നും അറിയില്ലല്ലോ. അറിയാത്തതാണോ? നാട്ടുകാർ അറിയാത്തതാണോ? ഞങ്ങൾ പറഞ്ഞിട്ടാ അത്രേ ഇങ്ങനെ പൈസക്ക് മേടിച്ച് കൊണ്ടുപോകുന്നത്.
അപ്പൊ അല്ലാതെ അവരുടെ കള്ളത്തരം കൊണ്ടല്ല, അതൊന്നല്ല എന്നാണ് പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യ ആയാലും ഈ ജീവനക്കാരെ ഉപദ്രവിച്ചിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇപ്പൊ ഇന്നിവിടെ ഞാൻ ഇന്നലെ മകൾക്ക് വയ്യാത്ത ഒരു ഇതുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് കൊടുത്തത്. അപ്പൊ അവര് ഇപ്പോ ചില സ്ഥലങ്ങളിലിരിക്കുന്ന ചില ബ്രാഞ്ചുകളിലിരിക്കുന്ന ബ്രാഞ്ച് മാനേജർമാര് വരെ അവർക്ക് സപ്പോർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്ക് മാത്രം വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ, അവിടെ ഇരിക്കുന്ന ജീവനക്കാർക്കും വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു സപ്പോർട്ട് വേണ്ടേ? ഞാൻ നല്ലത് ഞാനിങ്ങനെ ഇവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എന്നെ കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ പദവി കിട്ടും. അങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ കുറേയൊക്കെ ഉണ്ട്. അവര് നന്നാവത്തോടത്തോളം കാലം ജീവനക്കാര് സ്വയം നന്നാവണം. കുറേയൊക്കെ ഇതിലിപ്പോ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ജീവനക്കാരായിട്ടുള്ളവരും കട്ടിട്ടിരിക്കുന്നവരും പേപ്പറിലെ പേര് വന്നിട്ട് ഇരിക്കുന്നവരും 6 ലക്ഷം കട്ട് കൊണ്ടുപോയവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ മുന്നിലേക്ക് കൊണ്ടിരുത്തിയേക്കണത്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയുന്ന ആളുകളെ ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് ഒരു ചുപ്പമില്ല. ആര് ഭീഷണിപ്പെടുത്തത്? എനിക്കിപ്പോ എന്ത് നമ്മള് കട്ടിട്ടില്ല. CPM-ന്റെ ഭാഗത്തുനിന്ന് ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു? ഏത് CPM-ന്റെ ഗ്രൂപ്പ് അന്വേഷണം അല്ലെങ്കിൽ ഇവർക്കെതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രലോഭനം, ഇങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞു നമുക്ക് അവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-നെ എതിരാക്കി ഒന്നല്ലേ കൊല്ലും, ഇങ്ങനെ വെട്ടിശീലുള്ള ആളുകളാണല്ലോ. അങ്ങനെ വെട്ടി കൊലപ്പെടുത്തും, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് നശിപ്പിച്ച് നാറാണകല്ലെടുത്തും. അപ്പോൾ എന്തും നമ്മളെ പൊട്ട തരത്തിൽ പറഞ്ഞുണ്ടാക്കാനും വാട്സപ്പ് മുഖേന പറഞ്ഞുണ്ടാക്കാനും അങ്ങനെയൊക്കെ നമുക്കറിയാം. നമ്മളെ അത്ര തന്നെയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിങ്ങനെ ആവശ്യമില്ലാത്ത കഥകളൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത കഥകൾ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരാണല്ലോ ഇപ്പൊ പെട്ടുകിടക്കണേ. മുകേഷ് അങ്ങനെയുള്ള കുറെ ടീമുകളുണ്ടല്ലോ, അവരൊക്കെ ഇതിൽ പെട്ട ആൾക്കാരുകൾ തന്നെയാണ് അല്ലെ. അവരെ ആൾക്കാരുകളാണല്ലോ ഇങ്ങനെ പെണ്ണ് കേസായിട്ട് നടക്കുന്നത് അല്ലെ. ഇത് എന്നിട്ട് മറ്റുള്ളവരെ കുടുംബം കൊലക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് നടക്കുക. അതാണ് എന്തെങ്കിലും ഒരു കുറ്റം കുറവ് അവരെ തലയിൽ കൊടുന്നിടുക, അവരെ മാനസികമായി പീഡിപ്പിക്കുക. ഇപ്പോഴും ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയിലും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. ഇനിയിപ്പോ എനിക്ക് നാളെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതിയെന്ന് എനിക്ക് പുല്ലുമല്ല. ഇവര് എന്ത് തന്നെ ചെയ്തു തിരിച്ചും പറയാലോ. ഇവര് ആ സീറ്റിൽ ഇരുന്നിട്ട് ഈ പറയുന്ന പാർട്ടി പരിപാടികൾക്ക് പങ്കെടുത്തിട്ട് അവിടെ സമരത്തിനൊക്കെ പോയിട്ട് തിരിച്ചവിടെ വന്നിരുന്ന സീറ്റിലിരുന്ന ആളുകളുണ്ട് അവിടെ. എന്നിട്ടാണോ എന്നോട് ഈ വക വർത്തമാനം പറയുന്നത്? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അണികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരായിട്ടുണ്ടോ? ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഒരുവിധ ആളുകളൊക്കെ അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഭൂരിഭാഗം പേരും അത് തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങൾ എന്താണ്? അവരുടെ പ്രതികരണം എന്താ പറയാ, ചത്തതിലൊക്കെ ജീവിച്ചിരിക്കലൊന്നും പറയില്ലേ, അങ്ങനത്തെ ഒരു വസ്തുക്കളാണ്. നട്ടലില്ലാത്ത സഖാക്കള്. അവരെ സഖാക്കളെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കേട്ടത് അങ്ങനെയൊന്നല്ല. സഖാക്കളെന്ന് ചെത്തിനും കൂടി വീറും വാശിയുണ്ടെന്നൊക്കെയാണ് ഞാൻ പണ്ട് കേട്ടേക്കണത്. പക്ഷെ ഓരോറ്റ എണ്ണത്തിനും നട്ടലും ഇല്ല. ഞാനിപ്പോ ഇന്ന് കാലത്ത് കയറി വരുമ്പോ വരെ അങ്ങനെ ഉള്ള ഒരു സംസാരം. ചേച്ചിയോടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കി നിർത്തലോ മറ്റ് മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കരുവന്നൂർ ബാങ്കിലെ മുൻ മാനേജർ ഇതുപോലെ പ്രതികരിച്ച സമയത്ത് അദ്ദേഹത്തെ മറ്റ് പ്രശ്നങ്ങളിലും പെണ്ണ് കേസിലൊക്കെ പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു CPM നേതൃത്വം. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നിലവിലുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ആദ്യം വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അതായത് ഞാൻ കുറി സെക്ഷനിൽ ഇരിക്കുമ്പോൾ SB അക്കൗണ്ട് വേറൊരാളുടെ SB അക്കൗണ്ട് ഒരു താമരപ്പള്ളിയിലുള്ള ഒരാളുടെയാണത്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ പാവട്ടിയിൽ നിന്ന് വരുന്ന ആളായി കാരണം താമരപ്പള്ളിയിലുള്ള ആളെങ്ങനെ ഇവിടെ വന്നു പെട്ടു എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് റിക്സൺ പ്രിൻസിന്റെ കുറികൾ കുറെ ഉണ്ട്. അയാൾക്ക് ഇവിടെ നിന്നാണ് അവർക്ക് ഒരു ജോലിയില്ല, വീടും ഇല്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. എന്നിട്ട് വെറും പെയിന്റ് അടിക്കാൻ നടന്നിരുന്ന മനുഷ്യനാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിപ്പോ ഈ SB അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആരുടെ പേരിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുറിയാണ് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. മാസം അത് ഏത് ദിവസത്തെ കുറിയാന്ന് വെച്ചാൽ അതങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ് ചെയ്യുക. അതിൽ പൈസ ഉണ്ടാവണം. അങ്ങനെയാണ്. അപ്പൊ ഞാനത് അത് സ്വന്തം പേരിലുള്ള ആളുടെ ചെയ്തു വെച്ചപ്പോ ഇവര് വന്നിട്ട് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആര് പറഞ്ഞിട്ടാണ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ കുറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? എന്റെ കുറി അഡ്ജസ്റ്റ് ചെയ്യാൻ, പ്രസിഡന്റിന്റെ കുറി അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. എനിക്കത് പറ്റില്ല. അവിടുന്ന് എന്റെ തുടക്കമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എങ്ങനെ എന്താ പറയാ, ഈ ഏരിയ കമ്മിറ്റി വിളിക്കുമ്പോഴോ അങ്ങനെയൊന്ന് പോയിട്ട് നമ്മളിപ്പോ ഏരിയ സെക്രട്ടറിനെ സദാസമയം വിളിക്കുക, സദാസമയം ചോറും ഭക്ഷണം കൊടുത്തിട്ട് പരിപാലിക്കൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, സഖാക്കളുണ്ട്. എന്നെ അതിന് പറ്റില്ല. അപ്പൊ അവിടുത്തെ അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സസ്പെൻഷൻ തന്നു. എനിക്ക് പണി അറിയില്ല അത്ര. അവന്റെ പോലത്തെ പണി എനിക്ക് അറിയില്ല. അത് ശരിയാണ്. സസ്പെൻഷൻ തന്നാലും നമുക്കിപ്പോ എന്താ 3 മാസം. പ്രധാനപ്പെട്ട റിക്സൺ രാജകുമാരൻ ഈ പറയുന്ന വ്യക്തിക്ക് CPM ആയിട്ട് എന്താണ് ബന്ധം? CPM ആയിട്ട് എന്താ ബന്ധം? അവൻ DYFIയുടെ സെക്രട്ടറി അല്ലേ, ജില്ലാ സെക്രട്ടറിയോ എന്തൊക്കെയാണ് മേലനങ്ങാണ്ട് മീൻ പിടിച്ച കക്ഷിയാണത്. ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ അങ്ങനെയല്ല.
ഇയാള് ഈ പറഞ്ഞ മാതിരി വേർക്കാണ്ട ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ ലോൺ കൊടുക്ക നമ്മളറിയാത്ത ആളുകൾക്ക് വരെയാണ്. എന്നോട് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ വെച്ച് ചോദിച്ചു, റിക്സന്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്, എനിക്കൊരു ഷെയർ ചോദിച്ചപ്പോൾ പോലും തന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരില്ല, വേറെ പല ആളുകൾക്കും കൊടുക്കും. അതായത് ഈ നാട്ടിലില്ലാത്ത കേരളത്തിന് അപ്പുറമുള്ളവർക്ക് വരെ അവൻ കൊടുക്കും, ലോൺ കൊടുക്കും. നമ്മളത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഈ ജീവനക്കാരിൽ പലർക്കും ഒരു കാര്യത്തിലും ഇടപെടാൻ അവസരം കൊടുക്കില്ല. അതാണ് ശരിക്കും പെട്ടുപോണത്. നമ്മളാണ് ഒപ്പിടുന്നത് അല്ലെ, ജീവനക്കാരാണ് ഒപ്പിട്ടിട്ട് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ. അതിനുള്ള ഒരു അവസരം, അതായത് ഇപ്പൊ സ്ഥലം കാണാൻ പോവായാലും ജീവനക്കാരറിയുന്നില്ല, പക്ഷെ പ്രതികരിക്കാം. പക്ഷെ ഈ ലോണുകൾ ഒക്കെ കൊടുത്തത് ഈ ഏരിയ സെക്രട്ടറി, അതുപോലെ ജനാർദ്ദൻ പറഞ്ഞൊരു സഖാവുണ്ട്, അത് ഇതുപോലത്തെ ഒരു കക്ഷി തന്നെയാണ്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരെയാണ് ഈ സെക്ഷനിൽ കൊണ്ടിരുത്തിയിരുന്നത്. അവരാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്തും മിണ്ടാണ്ടിരിക്കണേ, ഡിപ്പാർട്ട്മെന്റിന് എടുക്കാൻ പറ്റും. പിന്നെ സർചാർജ് ചുമത്തിയിട്ടുണ്ട്, ഈ ബോർഡ് മെമ്പേഴ്സിന് സർചാർജ് ചുമത്തിയിട്ടുണ്ട്. പക്ഷെ ജീവനക്കാരുടെ നമ്മളറിയാതെ ചെയ്ത പല കുറ്റങ്ങൾക്കും അവർ നമ്മളുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചു, സർചാർജ് ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് 70,000 30,000 അങ്ങനെ പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് കോടികൾ അടയ്ക്കാനുള്ള ആളുകൾക്ക് നടപടി എടുക്കാതെ ഡിപ്പാർട്ട്മെന്റ് വായ മൂടി കെട്ടിയിരിക്കുകയാണ്. അവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ നടപടി എടുക്കേണ്ടത്. വളരെ നന്ദി ചേച്ചി, ഒരു സമയത്ത് പ്രതികരിച്ചു.